അൽഹംദുലില്ലാ ഫൈനലി CA ജാഫ്ല ആൻഡ് IIMന്റെ പോയതിലൊന്ന് സംസാരിക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും മോസ്റ്റ് റിമാർക്കബിൾ മൊമെന്റ് എന്ന് പറയുന്നത് നമ്മൾ CA ആയിട്ട് നമ്മൾ മാർക്ക് ഷീറ്റ് വരുമല്ലോ. അപ്പോൾ അവിടെ ഞാൻ ആദ്യം നോക്കുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിന് സെക്കൻഡ് ഗ്രൂപ്പ് സക്സസ്ഫുൾ ആണോന്നാ. അപ്പോൾ ആദ്യം ഞാൻ കണ്ടു സക്സസ്ഫുൾ. ഞാൻ നേരെ ഉമ്മനടുത്ത് പറയാം, ഉമ്മ ഞാൻ പാസ്സായി. പക്ഷെ ഞാൻ കരയാണ്, പുള്ളി കരച്ചിലാണ്. അപ്പോൾ ഉമ്മ നീ ശരിക്കും പാസ്സായോ? കാരണം ഞാൻ കരച്ചിലുണ്ടെങ്കിൽ ഞാൻ പൊട്ടിച്ച് കരയുന്നതല്ല. പക്ഷെ സത്യം പറഞ്ഞാൽ സന്തോഷം ഞങ്ങൾക്ക് അറിയാമായിരുന്നു. നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കില്ല. എന്ത് അച്ചീവ്മെന്റ് ഉണ്ടെങ്കിലും നമ്മൾ CA ആയിട്ടതിന് ശേഷമുള്ള നമ്മുടെ ഒരു മൊമെന്റ് ഇല്ലേ, ആ ഒരു മൊമെന്റ് ആണ്. നമ്മൾ പാസ്സായില്ലെങ്കിലും നമുക്ക് ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതാണ്. പിന്നെ എനിക്ക് നമ്മുടെ ഫ്യൂച്ചർ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നമ്മൾ അറ്റംപ്റ്റ് എടുക്കുന്ന സമയത്ത് നന്നായി പഠിച്ചിട്ട് മാത്രം അറ്റംപ്റ്റ് എടുക്കുക. കാരണം വെറുതെ വേസ്റ്റാക്കി കളയരുത് അറ്റംപ്റ്റ്. കാരണം നമ്മൾ ഓരോ അറ്റംപ്റ്റ് എടുക്കുമ്പോൾ സീരിയസ്നെസ് നന്നായിട്ട് കുറയും കേട്ടോ. കാരണം എനിക്ക് ആദ്യം ഫൗണ്ടേഷൻ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ് പിന്നെ എനിക്ക് ലാസ്റ്റിൽ അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ എക്സാം എഴുതുക. പിന്നെ നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും പറ്റില്ല, കാരണം അവരുടെ ഇവാലുവേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ May 24 പാസ്സാവുമെന്ന് വിചാരിച്ചു, പക്ഷെ അവിടെ ചെറിയൊരു 40 മാർക്സിന്റെ പ്രശ്നമുണ്ട്. കാരണം എനിക്ക് എഗ്രിഗേറ്റ് ഒക്കെ കിട്ടി, പക്ഷെ 40 മാർക്സ് വിഷയമായിട്ട് ക്ലിയർ ആകാൻ പറ്റിയില്ല. പക്ഷെ അൽഹംദുലില്ലാ ഇപ്പൊ ഞാൻ CA ജാഫ്ല ആയി. ഓക്കെ, താങ്ക് യു.